ഡോക്ടർ, ഈ ശരീരഭാരം പെട്ടെന്ന് കൂടുന്നത് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട് എന്നറിയിക്കുന്നതിന്റെ സൂചന എന്തെങ്കിലും ആണോ? അങ്ങനെയില്ല. പക്ഷേ ശരീരഭാരം കൂടുമ്പോൾ പെട്ടെന്ന് ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് അനുഭവപ്പെടുന്നത്? കൊഴുപ്പുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരത്തിന്റെ വലതുവശം, വയറിന്റെ വലതുവശത്ത് മേലിലായിട്ട് അസഹനീയമായ വേദന അനുഭവപ്പെടും. 90s കിഡ്സ് ആയാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം വരും എന്നാണല്ലോ. അപ്പോൾ ഒരു മധ്യവയസ്കരിൽ വരാൻ സാധ്യതയുള്ള രോഗമാണോ പിത്താശയക്കല്ല്? നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയറിലെ ഡോക്ടർ അനുഷ് മോഹനാണ്. ഡോക്ടർ SP മെഡിഫോർട്ടിലെ ഗ്യാസ്ട്രോ സർജൻ ആണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മധ്യവയസ്കരിലാണോ ഈ ഒരു പിത്താശയക്കല്ല്, അതായത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ അല്ലെ, ഈ ഒരു രോഗം കൂടുതലായി കാണപ്പെടുന്നത് ഒരു മധ്യവയസ്കരിലാണോ? അതെ, മധ്യവയസ്കരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അത് പറയുന്നത് ഒരു 3F ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് ഫാറ്റി, അതായത് വെയിറ്റ് കൂടുതലായിട്ടുള്ള 40 വയസ്സുള്ള, അതും ആണുങ്ങളും സ്ത്രീകളിലും നോക്കി കഴിഞ്ഞാൽ, പുരുഷന്മാരും സ്ത്രീകളിലും നോക്കി കഴിഞ്ഞാൽ സ്ത്രീകളിൽ കൂടുതൽ ഫാറ്റി, 40 ഫീമെയിൽസ്. അപ്പൊ ഈ 3 ഘടകങ്ങളും കൂടെ ഉള്ളപ്പം വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റു പ്രായങ്ങളിൽ വന്നുകൂടാന്നില്ല, ആണുങ്ങൾക്ക് വരില്ല എന്നല്ല, ഫാറ്റി 40 ഫീമെയിൽസിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് ആ ഒരു പ്രായമൊക്കെ ആയി സ്ത്രീകളിൽ കൂടുതലായിട്ടും ഗോൾ ബ്ലാഡറിന്റെ ഫങ്ഷൻ, അതായത് പിത്താശയത്തിന്റെ ആ ഒരു സ്ക്വീസ് ചെയ്യുകയും വിടരുകയും സ്ക്വീസ് ചെയ്യുകയും വിടരുകയും ആ ഒരു ഫംഗ്ഷനിൽ ചെറിയൊരു വ്യതിയാനം വരുന്നത് കൊണ്ടാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒബിസിറ്റി ആണോ ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോണിന് മെയിൻ കാരണം എന്ന് പറയാൻ സാധിക്കും? ഒബിസിറ്റി വളരെ ഒരു മേജർ ഫാക്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കൊഴുപ്പുള്ള ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ ബോഡിയിൽ ഓബിയസ് ആയിട്ടും കൊളസ്ട്രോൾ കൂടും. അപ്പം ഈ സ്റ്റോൺസ് പല പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ട്. കൊളസ്ട്രോൾ സ്റ്റോൺസ്, പിഗ്മെന്റഡ് സ്റ്റോൺസ് എന്നൊക്കെ പറയുന്ന പല പല ടൈപ്പ് കല്ലുകളുണ്ട്. അതിൽ കൊളസ്ട്രോൾ കല്ലുകൾ ഒബിസിറ്റിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ സ്റ്റോൺ അലിഞ്ഞു പോകാനായിട്ട് ധാരാളം വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ വ്യായാമം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം കറക്റ്റ് ആണ്? വ്യായാമം ഒരു സ്റ്റോണിന് അലിയുന്നതായിട്ട് ഒരു കോറിലേഷനും ഇല്ല. പക്ഷേ വെള്ളം കുടിച്ചാൽ പോകും എന്ന് പറയുന്ന കല്ലുകളുണ്ട്. പക്ഷെ അത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അത് കിഡ്നിയുടെ കല്ലുകളാണ്. കിഡ്നി ഗോൾ ബ്ലാഡറിലും വേറെ വേറെ കല്ലുകളാണ്. കിഡ്നിയിലെ കല്ലുകളാണ് വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു പിത്താശയക്കല്ല് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം? ഇതിനെ എങ്ങനെയാണ്, വെള്ളമൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് മറ്റു ട്രീറ്റ്മെന്റുകൾ? അത് നമ്മൾ കുറച്ച് മുമ്പ് അതിന്റെ കാരണം ഡിസ്കസ് ചെയ്തല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാതെ നോക്കുക എന്ന് തന്നെയാണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് പോവുക, ഓയിലി ഫുഡ് കുറയ്ക്കുക, നമ്മൾ എപ്പോഴും ഒരു വ്യായാമം ശീലമാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒന്നും വരാതിരിക്കാൻ സഹായിക്കും. പക്ഷെ വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വേറെ മാർഗമൊന്നുമില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ മെഡിസിൻസിലൂടെ ഒരു ശതമാനം, ഒരു വളരെ നേരിയ ശതമാനം ആൾക്കാർക്ക് മെഡിസിൻസിൽ അത് അലിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. എന്നിരുന്നാലും ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, ഇപ്പൊ സർജിക്കൽ ട്രീറ്റ്മെന്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റോണിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ സർജറി എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത്? അത് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം എല്ലാ ആൾക്കാർക്കും സർജറി വേണ്ടുന്ന ഒരു കേസല്ല ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ സർജറി ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അതായത് വേറെ മറ്റാവശ്യങ്ങൾക്ക് എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പിത്താശയത്തിൽ ഒരു കല്ല് കണ്ടാൽ ഉടനെ സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം ഒട്ടനവധി സിംറ്റംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടി വരും. കാരണം അത് ഒരു സൂചനയാണ് നമുക്ക് തരുന്നത്. അതായത് ആരംഭ സ്റ്റേജിൽ ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ട് പിന്നീട് അത് വലിയൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ആദ്യത്തെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിംറ്റംസ് എന്തൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആദ്യമൊക്കെ ഒരു ചെറിയ ഗ്യാസിൻ്റെ സിംറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വയറ് സ്തംഭനം പോലെ അങ്ങനെയൊക്കെ. ചില ആൾക്കാർക്ക് അത് വലിയ സിംറ്റംസ് ആയിട്ട് കാണും. അതായത് ആഹാരം കഴിച്ച ഉടനെ വയറ് കയറി ഭയങ്കരമായിട്ട് അങ്ങ് പെരുകി സിവിയർ പെയിൻ ആയിട്ടൊക്കെ വരും.
അങ്ങനെയുള്ള പെയിൻ ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാനേ പറ്റത്തില്ല. ആഹാരം കൊഴുപ്പുള്ള ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറ് സിവിയർ പെയിനിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഡോക്ടർ, ഈ കല്ല് കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാനുണ്ടോ പേഷ്യന്റിന്? ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ ആദ്യം ഉണ്ടാക്കുന്ന പെയിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പെയിൻ അവഗണിച്ച് പോവുകയാണെങ്കിൽ ഈ കല്ല് ഗോൾ ബ്ലാഡറിന്റെ ഒരു പിത്തനാളി ഗോൾ ബ്ലാഡറിനെ തന്നെ നാളിയെ കയറി ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡറിനകത്ത് വലിയ രീതിയിൽ ഇൻഫെക്ഷൻ വന്ന് പഴുക്കാനും പഴുത്ത് വീങ്ങി ഗോൾ ബ്ലാഡർ പൊട്ടി വയറിനകത്ത് മുഴുവൻ പഴുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ നീങ്ങി താഴോട്ട് അതിന്റെ ലിവറിന്റെ ട്യൂബിനെ, പിത്തനാളി എന്ന് പറയും, ലിവറിന്റെ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ലിവറിനകത്തെല്ലാം ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയും ലിവറിന്റെ അകത്ത് മുഴുവൻ പഴുപ്പ് കെട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ലിവറിന്റെ ഒരു വലിയ രീതിയിൽ ബോഡിയിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റെപ്പ് പിന്നെയും കുറച്ചും കൂടെ നമ്മളത് അവഗണിച്ച് പോവുകയാണെങ്കിൽ താഴോട്ട് വന്നത് പാങ്ക്രിയാസിന്റെ ട്യൂബിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഈ പാങ്ക്രിയാസ് ലിവറിനകത്തൊക്കെ വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഓർഗൻസിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലങ്സിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും, ഹാർട്ടിലേക്ക് അപ്പോൾ സ്പ്രെഡ് ആവും, നമ്മൾ കിഡ്നിയിലോട്ടൊക്കെ സ്പ്രെഡ് ആവും. ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കിഡ്നിയുടെ ഡയാലിസിസ് വേണ്ടി വന്നേക്കാം, ഹാർട്ട് പെട്ടെന്ന് നമുക്കൊരു BP കുറയുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗോൾ ബ്ലാഡറിനെ ഒരു സിംറ്റമിലേക്ക് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുകയും മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് വിടാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോണിനെ നമ്മൾ പൊടിച്ച് കളയുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ഗോൾ ബ്ലാഡറിന്റെ സ്റ്റോൺ കിഡ്നിയുടെ സ്റ്റോണും തമ്മിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് കിഡ്നിയുടെ സ്റ്റോൺ ആണെങ്കിൽ കിഡ്നി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്നതും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം കിഡ്നിയുടെ സ്റ്റോൺ നമ്മൾ പൊടിച്ച് കളയുകയും ലേസർ ചെയ്ത് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ ഗോൾ ബ്ലാഡറിന്റെ സ്റ്റോണിന് വേറെ വഴിയൊന്നുമില്ല. ഗോൾ ബ്ലാഡറിന്റെ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ സ്റ്റോൺ മാത്രം എടുക്കുന്ന ട്രീറ്റ്മെന്റ് ലോകത്ത് എങ്ങും തന്നെ ഇല്ല. ഗോൾ ബ്ലാഡറിന്റെ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡർ കംപ്ലീറ്റ്, കാരണം അവിടെ ബേസിക് പ്രോബ്ലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസിക് പ്രോബ്ലം ഗോൾ ബ്ലാഡറിനാണ് പ്രോബ്ലം ഉള്ളത്. അപ്പൊ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് സ്റ്റോൺ എടുത്ത് കളഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ അതിനേക്കാളും വലിയ കല്ലുകൾ രൂപപ്പെടും. അപ്പൊ അതുകൊണ്ട് ഗോൾ ബ്ലാഡറിന്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡർ ഞെട്ടിൽ തന്നെ ക്ലിപ്പ് ഇട്ട് ഞെട്ടോട് കൂടി ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റിന് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും പേഷ്യൻസിന് ഉണ്ടാകത്തില്ല. ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പഥ്യമോ ഇന്ന ആഹാരം കഴിക്കാമെന്നോ ഇന്ന ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ ഇന്നത് കഴിച്ചുകൂടാന്നോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പഥ്യമൊന്നും ഞങ്ങൾ പറയത്തില്ല. അത് മാത്രമല്ല, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിക്കൽ റെസ്ട്രിക്ഷനോ വേറെ എക്സസൈസിനോ ഒരു റെസ്ട്രിക്ഷനോ ബാക്കി ജോലിക്ക് പോകാനോ വേറെ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഫിസിക്കലായാലും ഡയറ്റിലായാലും നമ്മൾ പറയത്തില്ല. ഡോക്ടർ, ഈ ശരീരഭാരം പെട്ടെന്ന് കൂടുന്നത് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന്റെ സൂചന എന്തെങ്കിലും ആണോ? അങ്ങനെയില്ല. പക്ഷേ ശരീരഭാരം കൂടുമ്പോൾ പെട്ടെന്ന് ഗോൾ ബ്ലാഡറിനകത്ത് സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട്. ശരീരഭാരം കൂടുമ്പോഴത്തേക്ക് ബ്ലഡിൽ ഓബിയസ്ലായിട്ട് നമ്മൾ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നു, ഫാറ്റ് കൂടുന്നു, ബ്ലഡിൽ കൊളസ്ട്രോൾ ഓബിയസ്ലായിട്ട് കൂടും. അപ്പൊ ഈ കൊളസ്ട്രോൾ സ്റ്റോൺസ് പിന്നെയും ഗോൾ ബ്ലാഡറിനകത്ത് രൂപപ്പെടാനും പിന്നെ പെട്ടെന്ന് ശരീരഭാരം കുറയുമ്പോഴും ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ സർജറി ആണോ ചെയ്യാറ്, കീ ഹോൾ സർജറിയാണോ? എന്നാൽ കീ ഹോൾ സർജറി ചെയ്താൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ്? ഏത് സർജറിയാണ് കൂടുതലും ആപ്റ്റ് ആയിട്ടുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് ഗോൾ ബ്ലാഡറിന് ഓപ്പൺ സർജറി 100% ഇപ്പം ഗോൾ ബ്ലാഡറിന് ഓപ്പൺ സർജറി വേണ്ടി വരാറില്ല. 100 തന്നെ എടുത്ത് പറയാം. 99.99% തന്നെ ഗോൾ ബ്ലാഡറിന് കീഹോൾ സർജറി മാത്രമേ ചെയ്യാറുള്ളൂ. കീഹോൾ എന്ന് പറയുമ്പോൾ 4 ചെറിയ മുറിവേ കാണത്തുള്ളൂ. ഒരു 1/2 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ അത്രയുള്ള 4 ചെറിയ മുറിവ് വയറ്റിലുണ്ടാവും. എന്നത് ഒഴിച്ചാൽ സർജറി കഴിഞ്ഞ് 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പേഷ്യന്റ് എഴുന്നേറ്റ് നടക്കുകയും ആഹാരം എല്ലാം കഴിക്കുകയും 1-2 ദിവസത്തിൽ ഹോസ്പിറ്റൽ വാസം മതിയാക്കി വീട്ടിൽ പോകാനും സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കീഹോൾ സർജറി ഉള്ളത് കൊണ്ട് റിക്കവറി ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തൊക്കെ സിംറ്റംസ് ആണ് ഈ ഒരു ഗോൾ ബ്ലാഡർ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് അനുഭവപ്പെടുന്നത്? ഗോൾ ബ്ലാഡർ സ്റ്റോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് കൊഴുപ്പുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരത്തിന്റെ വയറിന്റെ വലതുവശത്ത് മേലിലായിട്ട് അസഹനീയമായ വേദന അനുഭവപ്പെടും. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഗോൾ ബ്ലാഡർ ഇരിക്കുന്നത് ആ ഭാഗത്താണ്. അപ്പൊ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഈ കല്ല് കയറി അങ്ങ് ലോക്കാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അസഹനീയമായ വേദന വരും. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ട്യൂബ്സിലോട്ടോ ലിവറിനെ ബ്ലോക്ക് ചെയ്യുകയോ പാങ്ക്രിയാസിനൊക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വലത് ഭാഗത്ത് എല്ലാം വേദന സ്പ്രെഡ് ആവുകയും ബാക്ക് പെയിൻ വരികയും
പിന്നെ അമിതമായിട്ട് ഒക്കെ ഇത് വോമിറ്റിംഗ് ഉണ്ടാക്കുകയും ഫീവർ വരികയും ഒക്കെ ചെയ്യും. പിന്നെ അതിന്റെ ഇൻഫെക്ഷന്റെ സ്റ്റേജ് അനുസരിച്ച് മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും ഉള്ള സാധ്യത. ഓക്കെ, ഇത് നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? തീർച്ചയായിട്ടും നമ്മൾക്ക് വയറിന് എന്ത് ബുദ്ധിമുട്ട്, പെയിൻ ആയാലും ചെറിയ ഗ്യാസിന് ബുദ്ധിമുട്ടായാലും അത് ഗോൾ ബ്ലാഡർ കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിൽ കാണിച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം ഇത് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോയാൽ നമുക്ക് ലൈഫിന് തന്നെ റിസ്ക് വരാവുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.